ഓള് വന്നിട്ടുണ്ടമ്മേ? ഇനിയിപ്പോൾ തുള്ളിച്ചാടി അങ്ങോട്ട് പോവൊന്നും വേണ്ട. എന്താ? ഓൾ അമലുമായിട്ട് എന്തോ അടിയുണ്ടാക്കിയിട്ട് വന്നേരം തുടങ്ങി കടത്തം. അച്ചു, എന്തു പറ്റിയടാ? നിന്റെ മുഖത്തെന്താ ഒരു പാട്? അപ്പൊ നിന്നെ തല്ലിയോ? ഏയ്, ഒന്നുമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ഓള് പാഞ്ഞിങ്ങ് പോരും. ഓല് തമ്മിലുള്ള പ്രശ്നം ഓല് തന്നെ അങ്ങ് തീർത്തോളും. കല്യാണം എല്ലാം കഴിഞ്ഞ അങ്ങനെ തന്നെയാ. കുറേയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അമ്മേ? അമ്മ അവളുടെ മുഖം കണ്ടോ? ഒരു കാരണമൊന്നും ഇല്ലാണ്ട് അവൻ എന്നെ തല്ലുവൊന്നുമില്ല. എന്തിനാ എന്നെ തല്ലി? കാരണം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കണം. തല്ലി പഠിപ്പിക്കാൻ ഇവളെന്താ പട്ടിയോ പൂച്ചോ വല്ലാണോ? മോളെ, ഇവിടെ ഇങ്ങനെ വന്നു നിന്നാ നാട്ടുകാരോടെല്ലാം നമ്മൾ എന്നാ പറയാ? അമ്മേ, നമ്മൾ പോലും അവളെ കൈ കഴിഞ്ഞ പിന്നെ അവൾ എന്താ ചെയ്യാ അമ്മേ? അച്ഛനില്ലാണ്ട് 2 പെമ്മക്കളെ വളർത്തിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ടെൻഷൻ അടിക്കണ്ട. അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അത് കാര്യമാക്കണ്ട. നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും എപ്പോഴും. പിന്നെ അമ്മേ, നാട്ടുകാരോട് എന്തോ പറയുന്നാണെങ്കിൽ ഇവളെൻ്റെ കൂടെ പിറപ്പാ. അങ്ങനൊന്നും ഇവളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. കാത് കൂർപ്പിച്ച് കേട്ടോളാൻ പറ. തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിലെ ഈ ചേർത്ത് പിടിക്കലിനെ ഒരായുസിൻ്റെ വിലയുണ്ടെന്ന്.